ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ A2C3 വ്ളോഗ്സ്. നമ്മളുടെ എന്ത് പറഞ്ഞതിൻ്റെ പേര് കല്യാണം വ്ളോഗിൻ്റെ പാർട്ട് 2 ആണെന്ന് പറയാനും പറ്റൂല, പറയാനും പറ്റും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഈ റിസപ്ഷൻ വ്ളോഗ്. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഓക്കെ, അതൊക്കെ കാണുന്നതിന് മുമ്പ് നമ്മളിപ്പം ഒരു കല്യാണം വ്ളോഗ് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടല്ലോ. അപ്പം അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് എന്ന് വെച്ചാൽ വ്ളോഗ് സീരീസിനകത്ത് തന്നെ വരുന്നേ. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടോ. അയ്യോ ഈ മഴ, അയ്യോ അയ്യോ കാണുന്നില്ല. യെസ്, അപ്പം ഇരുട്ട്. ഞാൻ അങ്ങനെ ഈ കല്യാണ വ്ളോഗ് എടുത്തോണ്ട് പോകുന്ന വഴിക്ക് ഓടുന്ന എന്തിനാണെന്നറിയാവോ? കല്യാണ വ്ളോഗ് വെള്ളത്തിലായി, മഴ പെയ്ത് എന്ത് ചെയ്യാനാ. ഞങ്ങൾ ഒരു കാണുന്നില്ലേ മഴ കഴിച്ച് മഴ. ഞങ്ങൾ വിട്ട് ഒരു കുട എടുത്തോണ്ട് ഐസ് വന്നത്. ഇവര് കുട എടുത്തില്ല. ഞങ്ങൾ ഒരു കുട അടുത്തുള്ളൊരു വീട്ടിൽ കുട എടുത്തില്ലല്ലോ അടുത്തുള്ള ഞങ്ങളെ ചേച്ചിയുടെ വീട്ടിൽ നമ്മൾ ഇപ്പം എടുക്കും. എനിക്ക് കാണുന്നില്ലെന്നറിയാം. ഞങ്ങളിപ്പോൾ എടുക്കാൻ പോകുന്നു. അവരൊക്കെ അവിടെ നിൽക്കുന്നു. നമ്മളിതാ ഉള്ള ഒരു കുടയായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കുട എടുത്തിട്ടുണ്ട്. ദേവീനെ കാണിച്ചു തരാം. ഇവിടെ നല്ല കോപ്പി റേറ്റ് കിട്ടും. ആ റോബോട്ടിനെയൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്ന്. ഓക്കെ, നല്ല നോയ്സ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മളെ റോബോട്ട് കുട്ടനെ നമ്മൾ കാണാൻ വന്ന്. നമ്മൾ റോബോട്ട് കുട്ടനെ കാണുക. കണ്ണൊക്കെ നല്ല തിളങ്ങി നിൽക്കുന്നു. ദേവു അവിടെ അതിനകത്തുനിന്ന് കാർഡ് ഉണ്ടൊരു അതെടുക്കാൻ നിൽക്കുകയാണ്. അവൻ കറങ്ങുന്നുണ്ട്, കണ്ണൊക്കെ അടച്ച് കാണിക്കുന്നുണ്ട്. കാർഡ് എടുക്കാനാന്ന് തോന്നുന്നു. ആ ദേവി എടുത്തിട്ടുണ്ട് കാർഡ്. അശ്വത് കഴിച്ച് തീർന്നില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. അപ്പോഴത്തേക്ക് ഈ റോബോട്ടിനോട് വല്ലോ ഇതൊക്കെ സംസാരിക്കുമെന്നൊക്കെയാണ് ദേവി ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഗൈസ്. അപ്പോൾ ഇവിടെ ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട്. കിച്ചാപ്പി തന്നെയാണ് ആദ്യം തന്നെ ട്രൈ ചെയ്യുന്നത്. വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല, സത്യം പറഞ്ഞിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെയൊക്കെയാണ് എടുത്ത് ക്ലിയർ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടാ, നിങ്ങളപ്പോഴത്തേക്ക് ആ വീഡിയോ കാണും. ലാസ്റ്റ് അപ്പം ദേവിയുടെ ഒരു സീൻ കോമഡി ഉണ്ട്. അപ്പം ലാസ്റ്റ് വരെ എല്ലാവരും ഒന്ന് കാണുക. ഷോർട്ട് വീഡിയോ ആണ് അതുകൊണ്ട് ലാസ്റ്റ് വരെ ഒന്ന് കാണുക. അപ്പം കിച്ചാപ്പിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. കിച്ചാപ്പിയുടെ തല തറയിൽ പോയാ. അത് എടുക്കാൻ പറയുക. കണ്ടോ, അത് എടുക്കാൻ പറയുക, എടുത്തില്ല. കിട്ടി കിച്ചാപ്പിക്ക് കിട്ടി. അപ്പം അടുത്ത ആരാന്ന് എനിക്കിപ്പം അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പം അശ്വതിൻ്റെ അത്യാവശ്യം നല്ലോണം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് അത്യാവശ്യം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാ കോൺ തറയിൽ പോയി. ഉണ്ടാ മൂക്കില് ഉണ്ടോ. ബാക്കി എല്ലാവരും അപ്പുറത്തുനിന്ന് മേടിക്കാം. നമുക്ക് വീഡിയോ എടുക്കണ്ടോണ്ടാ പറ്റിക്കുക. ഗൈസ്, എൻ്റെ വീഡിയോ കിട്ടിയില്ല. ദേവുവിൻ്റെയും ദേവീൻ്റെയും അവരപ്പുറത്തുനിന്ന് പോയി മേടിച്ച എസ്കേപ്പ് അവർ. അപ്പം ഇനിയാണ് കോമഡി. ഈ വെള്ളത്തിനകത്ത് ഒരെണ്ണം മാത്രം എന്താ കുറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? ഷോയ്ക്ക് വെച്ച വെള്ളമായിരുന്നു അത്. പക്ഷെ ദേവി എടുത്ത് കുടിച്ച് എന്തോത്തിനാന്ന് അറിഞ്ഞൂടെ. ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ടായിരിക്കും. ദേവി ചമ്മി. എന്നിട്ട് ഞങ്ങൾക്കും കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കുറച്ച്. ഞങ്ങൾ പക്ഷെ കുറച്ചേ കുടിച്ചുള്ളൂ. എന്തോ ഒരുമാതിരി ടേസ്റ്റായിരുന്നു. അവളത് മൊത്തം കുടിച്ചെന്നിട്ട് കാടി വെള്ളത്തിന്റെ ടേസ്റ്റ് ഉണ്ടായിട്ട് കളറാടിയത്. ഏസപ്പ ഷോയ്ക്ക് വെച്ച കളർ വെള്ളത്തിനെ കൂടെ കുറിച്ചാണ് പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ.
ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. പക്ഷേ എങ്കിൽ പിന്നെ അവരെ ഞാൻ ആദ്യം വരുന്നു. ഞാൻ ആദ്യം എന്തുവാ വെള്ളം എടുത്ത് കഴിഞ്ഞപ്പം ആവശ്യമാണ് പറഞ്ഞു. അത് എന്തിനാ വെച്ചേക്കുന്നത് വെച്ചേക്കുവാണ് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യാതെ അത് മൈൻഡ് ചെയ്യാതെ അത് മൊത്തം എടുത്ത് കുടിച്ച് കഴിച്ചു. അതെല്ലാം എന്നിട്ട് അവിടുത്തെ കാറ്ററിംഗ്കാർ വന്നിട്ട് പറയാം അത് ചോദിക്കച്ചേ ഈ കുടിച്ച നിങ്ങളിങ്ങനെ നാണം കെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ഇല്ല. ആരും ഇല്ല. എന്റെ ആൾക്കാർ നാണം കെട്ടിട്ടില്ല. ഞാൻ കുറെ കുപ്പിയിൽ വെച്ചേക്കുന്നു. എങ്കിൽ പിന്നെ അവർ റീഫിൽ ചെയ്തോണ്ടിരിക്കണ്ട അതിനകത്ത്. നീ അറിഞ്ഞ ഞാൻ കുറച്ചേ കുടിച്ചോളൂ. അത് ഭാഗ്യം. ഞാൻ ഒരു ഗ്ലാസ് മൊത്തം കുടിച്ചു. എന്റെ ദൈവം, ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയിൽ. പകുതി നീ കുടിച്ചു വെച്ചേക്കുന്ന അവിടെ ഇരിക്കുന്ന. ഞാൻ ചോദിക്കാൻ പോയത് അത് കുടിക്കാവോന്ന്. പതുക്കപ്പോ ഞാൻ ഇല്ലേ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ പോയത് അത് കുടിക്കാവോന്ന്. ഞങ്ങളുടെ ടീമിലെ നിങ്ങളുടെ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അശ്വർ അല്ല അൻഷു. ഫസ്റ്റിനെ കണക്കല്ല ഈ വീഡിയോക്കകത്തും ഒരു അബദ്ധം. മറ്റേതിനകത്ത് സർപ്രൈസ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരു അബദ്ധമാണ് ദേവിക്ക് പറ്റിയത്. അത് ഇതിപ്പോ ലാസ്റ്റ് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് കണക്കിയാണ്. ഓക്കെ, ദേവിയുടെ കുറെ മണ്ടത്തരങ്ങളും നമ്മളെ കുറെ പൊട്ടത്തരങ്ങളുമായിട്ടുള്ള ഈ വ്ളോഗ് തീരുന്നു. ഓക്കെ, ഞങ്ങൾ വീടെത്താറായി. അപ്പൊ ഈ വ്ളോഗ് തീർന്ന്. ഓക്കെ, അവന്മാരെയൊക്കെ ഒന്ന് കാണിച്ച് തീർത്താം. ബൈ പറ. ആ ദേവിയുടെ പൊട്ടത്തരം ഞങ്ങൾ എവിടെ നിന്നൊക്കെയോ എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തെങ്കിലും ഇടാം, നോക്കട്ടെ. വാ പോവാ. ഈ സഭ ഇത്ര ഉള്ളു. ഓക്കെ, ലാസ്റ്റ് വരെ കണ്ടവർക്കൊക്കെ ഇത് നമ്മളെ എല്ലോ ഇന്ത്യക്ക് നല്ല റീച്ച് ഉണ്ട്. 1K അടിക്കാറായി. അത് മാത്രമല്ല പിന്നെ നമ്മളെ ഫസ്റ്റ് കല്യാണം വ്ലോഗ് ഒന്ന് കാണാത്തവർ ഇന്ന് കാണുക. ഇതിപ്പോ ഞാൻ റിസപ്ഷൻ വ്ലോഗ് എന്ന് പറഞ്ഞു. കല്യാണ വ്ലോഗ്സ് കാണാത്തവരെല്ലാവരും ഒന്ന് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ മിക്കവാറും അത് വേറെ വീഡിയോ ഇട്ടിടാൻ ചാൻസ് ഉണ്ട്. ഷോർട്സ് ആയിട്ടിടാം. ഞങ്ങളെ സെക്കൻഡ് ചാനൽ ഷോർട്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ അടിച്ചങ്ങ് പൊട്ടി. എൻ്റെ മുഖം കണ്ടോന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടെ. ക്ഷമിക്കണം, നമ്മുടെ മുഖം ഫ്ലാഷ് അടിക്കുന്നുണ്ട്. കണ്ണിലൊന്നും കാണാം. അതല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ തിരിച്ച് ക്യാമറ പിടിക്കുമ്പോൾ കാണാം. അവിടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ അതാ ഞാൻ. എന്നിട്ട് ഒന്നുമില്ല, തീർന്നു. ദേവിയൊക്കെ അവിടെ പുറകെ നടന്നു ചെയ്താ. ഇത്രേ ഉള്ളു. പിന്നെ നമ്മുടെ റോബോട്ട് ഒരു കാർഡ് വന്നായിരുന്നു. അതൊക്കെ എടുത്തുന്നു. റോബോട്ടിന്റെ കാർഡ്. റോബോട്ട് ഡ്രീംസ് കാറ്ററിങ്ങിന്റെ ബോർഡ്. അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വായിക്കാം. സ്റ്റേജ് ഡെക്കറേഷൻ ഉണ്ട്, കാറ്ററിംഗ് ഉണ്ട്, സ്റ്റേജ് ഡെക്കറേഷൻ പ്രമോഷൻ ആണോ? എന്നിട്ട് നിങ്ങൾ പരസ്യമായിട്ട് അയ്യോ അയ്യോ വെള്ളം. പോരെ, മതി. ടാറ്റ.